ഹലോ, ഈസി ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൽ ഇന്നത്തെ ഐറ്റം റവ ഉപ്പുമാവാണ്. ഈസി വേയിൽ എങ്ങനെ ഉപ്പുമാവ് റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. സ്മോൾ ടു മീഡിയം സൈസ് സവാള, ഒരു 4 കഷ്ണം പച്ചമുളക്, ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഡബിൾ ഹോഴ്സിൻ്റെ വറുത്ത റവയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റവ എടുക്കാം. ചീനച്ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കണം. നന്നായി കടുകെല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, അതുപോലെ 4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റെപ്പുകളെല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ വളരെ കുറച്ച് മാത്രമേ വയ്ക്കാവൂ. ഒരിക്കലും തീ കൂട്ടി വയ്ക്കരുത്. ഇതെല്ലാം ചടപടയെന്ന് പറഞ്ഞ് കരിഞ്ഞു പോകും. ഇനി നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് ചെറുതായിട്ട് ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ക്യാരറ്റ്, സവാള ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴും ഇല്ലാത്തപ്പോഴും 2 ടേസ്റ്റാണ് ഉണ്ടാവാറുള്ളത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഇത് വെട്ടിത്തിളപ്പിക്കണം. വെട്ടിത്തിളയ്ക്കാത്ത വെള്ളത്തിലേക്ക് ഒരു കാരണവശാലും റവ ഇടാൻ പാടില്ല. ഉപ്പുമാവ് കുളമായി പോകും. ഈ സമയം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിലേക്കാണ് നമ്മളിനി പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കൈവിടാതെ ഇളക്കിക്കൊണ്ട് വേണം റവ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിച്ച് കുഴഞ്ഞൊരു പരുവത്തിലാകും. കണ്ടോ, വളരെ ഈസിയാണല്ലോ റവ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ. ഓൾറെഡി റോസ്റ്റ് റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ സമയം ലാഭിക്കാം. നല്ല പൊടിയായിട്ടും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഉപ്മാവിൻ്റെ കൂടെ പഴമോ പപ്പടമോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പഴവും 2 പപ്പടവും കൂടെ കാച്ചുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. ടാറ്റാ.